CSI സഭയുടെ സിനഡൽ യൂത്ത് മീറ്റിൽ കേരള റീജിയന് വേണ്ടി 10/10/2016 തിരുവല്ല തോലശ്ശേരി സെൻറ് തോമസ് CSI പള്ളിയിൽ കൂടി വന്ന യുവാക്കളുടെ മുമ്പിൽ അവതരിപ്പിച്ച പ്രബന്ധം. ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, പ്രിയ സഹോദരങ്ങളെ, എല്ലാവർക്കും ദൈവനാമത്തിൽ വന്ദനം. യേശുവിൻ്റെ വീണ്ടെടുക്കേണ്ട ദർശനവും ദൗത്യവും എനിക്ക് നിങ്ങളോടൊത്ത് ഇന്ന് ചിന്തിക്കാൻ കിട്ടിയ വിഷയമാണ്. റീക്യാപ്ചറിങ് ദ വിഷൻ ആൻഡ് മിഷൻ ഓഫ് ജീസസ്. നസറേത്തിൽ ജനിച്ച് പലസ്തീൻ്റെ ഇടങ്ങളിൽ വളർന്ന് ജെറുസലേമിൻ്റെ പ്രാന്തപ്രദേശത്ത് കൊല്ലപ്പെട്ട ഒരുവൻ്റെ ദർശനവും ദൗത്യവും ലോകത്തിൻ്റെ മുഴുവൻ ദർശനവും ദൗത്യവുമായ കഥയാണ് ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഒരു വശത്ത് നാം കാണുന്നത്. അതേസമയം ഈ ദർശനത്തെയും ദൗത്യത്തെയും എങ്ങനെ അധികാരമോഹത്തിൻ്റെയും അടിച്ചമർത്തലിൻ്റെയും മേൽക്കോയ്മ സ്ഥാപനത്തിൻ്റെയും വഴിക്ക് തിരിച്ചുവിടാം എന്നതിൻ്റെ വഴിത്താര മറുവശത്തും കാണുന്നു. ഇവിടെയാണ് നമ്മുടെ അന്വേഷണം ആരംഭിക്കുന്നത്. വീണ്ടെടുക്കലിന് ഈ അന്വേഷണം ആവശ്യമാണ്. ഈ അന്വേഷണത്തിൽ എൻ്റെ ശ്രദ്ധ ആദ്യമായി തിരിയുന്നത് മോറിയ എന്ന മലയുടെ മുകളിലെ കുറ്റിക്കാട്ടിലേക്കാണ്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 1 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ ആ സംഭവം വിശദീകരിക്കുന്നുണ്ട്. ഒരു വശത്ത് സാംസ്കാരിക പാഠത്തിൻ്റെ തിരുത്തലും മറുവശത്ത് പുതു സംസ്കാരത്തിൻ്റെ സൃഷ്ടിയും ഞാനവിടെ കാണുന്നുണ്ട്. നാട്ടുനടപ്പനുസരിച്ച് ആദ്യജാതനെ കൊന്ന് ദൈവപ്രീതി സമ്പാദിക്കാൻ മകനെയും കൊണ്ടുവന്നതാണ് പിതാവായ അബ്രഹാം. നിസ്സഹായനായി പിതാവിൻ്റെ കത്തിയുടെ മൂർച്ച ഏറ്റുവാങ്ങാൻ കിടന്ന മകൻ ഇസഹാക്ക് തനിക്ക് പകരം ജീവൻ നൽകാൻ തയ്യാറായ ഒരാട്ടിൻകുട്ടിയെയാണ് കണ്ടത്. നാട്ടുനടപ്പിൻ്റെ ഈ തിരുത്തൽ നൂറ്റാണ്ടുകളുടെ ചരിത്രപാതയിലൂടെ കടന്ന് മനുഷ്യവർഗത്തിൻ്റെ വിമോചനത്തിലും മനുഷ്യപുത്രൻ്റെ കുരിശിലും ചെന്നെത്തി നിന്ന് യേശുവിൻ്റെ ദർശനവും ദൗത്യവും നമുക്ക് കാണിച്ചു തന്നു. നിനക്ക് വേണ്ടി ഞാൻ എന്നതാണ് ഈ രണ്ടിലും ഞാൻ കാണുന്ന സന്ദേശം. ഇത് തന്നെയാണ് എക്കാലവും ദൈവം നൽകിയ ദൗത്യം. ഈ ദൗത്യത്തെയാണ് യേശു തന്നിൽ പ്രഖ്യാപിച്ചതായി മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 45-ൽ സാക്ഷ്യപ്പെടുത്തുന്നത്. അതായത് മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ താൻ വന്നത്. അനേകർക്ക് വേണ്ടി താൻ എന്നത് നിയോഗത്തിലെ നിർണായകതയാണ്. ഇതൊരു ദർശനത്തിൻ്റെ അഥവാ കാഴ്ചപ്പാടിൻ്റെ വിഷയവുമാണ്. മനുഷ്യനും മനുഷ്യ വിമോചനത്തിനും വേണ്ടി ദൈവവും ദൈവീകതയും എന്ന കാഴ്ചപ്പാടാണ് ഞാൻ ഇവിടെ കാണുന്നത്. നീ എൻ്റെ ജനവും ഞാൻ നിന്റെ ദൈവവുമാകുന്നു എന്ന് പുറപ്പാട് 6:7, ലേവ്യ 26:12, ഇരമ്യാവ് 30:22 പിന്നെ പ്രവാചക ഗ്രന്ഥങ്ങളിൽ പലയിടത്തും ആവർത്തിച്ച് നടത്തുന്ന പ്രഖ്യാപനത്തിലൂടെ ദൈവം തന്നെ തീരുമാനിച്ച കാര്യമാണിത് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. എന്നാൽ ചരിത്രത്തിൽ കുരിശിൻ്റെ അർത്ഥത്തിലും സാങ്കത്യത്തിലും സംഭവിച്ച ഗൗരവതരമായ വ്യതിയാനം എന്നെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട്. കുരിശ് അനേകർക്ക് വേണ്ടിയുള്ള ഒരുവന്റെ സ്വയം നിഷേധമാണ് പ്രഘോഷിക്കുന്നത്. പക്ഷെ 4-ാം നൂറ്റാണ്ടിൽ സ്വന്തം സാമ്രാജ്യ താൽപര്യം സംരക്ഷിക്കാനും രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കാനും കുരിശിനെ ഉപയോഗിച്ചതുവഴി കുരിശിൽ കോൺസ്റ്റന്റൈൻ സ്ഥാപിച്ച അർത്ഥം എനിക്കും എൻ്റെ അധികാര സ്ഥാപനത്തിനും വേണ്ടി അനേകർ എന്നതായിരുന്നു. തലതിരിച്ചു നാട്ടിയ കുരിശാണ് റോമാ സാമ്രാജ്യത്തിൻ്റെ പ്രൗഢിയുടെ പിന്നാമ്പുറത്ത് ഞാൻ കാണുന്നത്. ഇക്കാലത്ത് ഔദ്യോഗിക കണക്കിൻ പ്രകാരം 50 ഡിഗ്രിയിലധികം ചൂട് ഒരിക്കലും വർദ്ധിക്കാത്ത ഗൾഫിലും മറ്റിടങ്ങളിലും ജോലി ചെയ്യുന്ന ഭാഗ്യാന്വേഷികളായ നമ്മുടെ വിശ്വാസികളുടെ രക്തവും വിയർപ്പും ഉപയോഗപ്പെടുത്തുന്നത് സഭയ്ക്ക് അഭിമാന സ്തംഭങ്ങളായി പരിലസിക്കുന്ന ഉത്തംഗ മിനാരങ്ങളുള്ള പള്ളികളും സ്ഥാപനങ്ങളും പണിതുയർത്തി അവയ്ക്ക് മുകളിൽ ലോകത്തിൻ്റെ മുഴുവൻ രക്ഷയുടെ പ്രതീകമായി കുരിശും
കുരിശിനെ രക്ഷിക്കുന്ന കാന്തവും കെട്ടി ഉയർത്താനാണ് എന്ന് സഭ ചിന്തിക്കുമ്പോൾ, ആ സഭയിലെ ഒരു താക്കോൽ സ്ഥാനം അലങ്കരിക്കുന്ന ഞാൻ വീണ്ടും എൻ്റെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന കുരിശിലേക്ക് നോക്കേണ്ടി വരുന്നു. അത് നേരെയാണോ അതോ തലതിരിഞ്ഞാണോ കിടക്കുന്നത് എന്നറിയാൻ. തലതിരിഞ്ഞാണ് കിടക്കുന്നത് എങ്കിൽ ഒരു വീണ്ടെടുപ്പിനും പുനരാവിഷ്കാരത്തിനും വേണ്ടി അത് നിലവിളിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. എല്ലാം എൻ്റെ വയറിനുള്ളത് എന്ന് കരുതിയ ആദിമ മനുഷ്യൻ്റെ അതേ ഭാവം അപ്പോൾ ഞാൻ എന്നിൽ നിഴലിച്ച് കാണുകയും ചെയ്യുന്നു. മറ്റുള്ളവരുടെ മത മൗലിക ഭീകരവാദങ്ങളെ നാം വിമർശനത്തിന് വിധേയമാക്കുമ്പോൾ, സഭാധികാരികളുടെ പഴയകാല അതിക്രമങ്ങളെ ഒഴിവാക്കിയാൽ തന്നെ ഇക്കാലത്ത് അതേപോലെ തന്നെ അപകടകാരിയായ ന്യൂനപക്ഷ അവകാശം എന്ന ഭാവത്തിൽ അവതരിക്കപ്പെടുന്നത് മതമൗലികവാദം തന്നെയെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ക്രൈസ്തവൻ മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടത്. ഈ ക്രൈസ്തവ നിലപാട് പഠിച്ച് ആചരിക്കുന്നവർ, അതങ്ങനെ ആയിരിക്കണമെന്ന് നിർബന്ധിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ, അങ്ങനെ ജീവിക്കുന്നവർ നമ്മുടെ ഇടയിൽ എത്ര ശതമാനമുണ്ടാകും? ഭാരതത്തിൻ്റെ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക പശ്ചാത്തലം കണക്കാക്കിയാൽ സഭയ്ക്ക് ഇന്ന് കാണുന്ന ധാരാളിത്വം സഹിക്കാൻ പറ്റും എന്ന് ഞാൻ കരുതുന്നില്ല. ധാരണാപരമായ വിമോചനം നമുക്ക് ആവശ്യമാണ്. തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാഭ്യാസ, തൊഴിൽ മേഖലകളെക്കുറിച്ചുള്ള തിരുത്തപ്പെടേണ്ട ധാരണകൾ അനേകർക്ക് വേണ്ടിയുള്ള സഭയുടെ നിലപാടിനെ നിർണായകമാക്കുന്നുണ്ട്. സേവന മേഖലകളുടെ സ്വഭാവത്തെയും ശൈലിയെയും കുറിച്ച് സഭ പുനഃപരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. കാശുള്ളവൻ, സ്വാധീനമുള്ളവൻ മാത്രം ജീവിച്ചാൽ മതി എന്ന പുതുലോക വ്യവസ്ഥയിൽ ഇടമില്ലാത്തവർക്ക് വേണ്ടി ജീവിക്കാൻ സഭയ്ക്കാകുമോ എന്നത് ക്രിസ്തുവിൻ്റെ ദർശനവും ദൗത്യബോധവും ഉയർത്തുന്ന ചോദ്യമാണ്. മത്സ്യം പിടിക്കുന്നവരിൽ നിന്ന് മനുഷ്യരെ പിടിക്കാൻ വേണ്ടി മനുഷ്യരെ തെരഞ്ഞെടുത്തവൻ, പക്ഷേ കരം കൊടുക്കാൻ കാശിനു വേണ്ടി മത്സ്യം പിടിക്കാനാണ് പറഞ്ഞു വിടുന്നത്. മാന്യതയില്ലാത്ത ഒരു തൊഴിലുമില്ല എന്ന താല്പര്യം മാത്രമല്ല ഇതിലൂടെ അവൻ നൽകുന്നത്. പിടിച്ച മനുഷ്യന്റെ പോക്കറ്റിൽ കൈയിട്ട് സ്വന്തം കാര്യം നടത്തരുത് എന്നും അവൻ പറയാതെ പറയുകയാണ്. പണിയെടുക്കാതെ ഇടനില നിന്ന് ജീവിക്കാൻ ശ്രമിക്കുന്ന കമ്പോള വ്യവസ്ഥയുടെ ഇക്കാലത്ത് തീർച്ചയായും പുനരാവിഷ്കരിക്കേണ്ട പാഠമാണിത്. അനേകർക്ക് വേണ്ടി കൊല്ലപ്പെടുന്നവൻ മനുഷ്യപുത്രനാണ് എന്നാണ് പ്രഖ്യാപനം. ദൈവപുത്രനാണ് എന്ന് പത്രോസിൽ നിന്നും സാക്ഷ്യം ലഭിച്ചിട്ടും, അത് ശരിയാണ് എന്ന് അവൻ സമ്മതിച്ചിട്ടും, പക്ഷെ അതല്ല പ്രധാന വിഷയം, അതിൻ്റെ അടിത്തറയിലല്ല തൻ്റെ ദർശനവും ദൗത്യവും എന്നും, പത്രോസ് പറഞ്ഞ പേരിലല്ല താൻ അറിയപ്പെടേണ്ടത് എന്നും ബോധ്യമുണ്ടായിരുന്നത് കൊണ്ടാണ് അതാരോടും പറയരുത് എന്ന് നിർദ്ദേശിച്ചതായി മത്തായി 16:16-20 വാക്യങ്ങളിൽ സാക്ഷീകരിക്കപ്പെട്ടിട്ടുള്ളത്. പൗരാണികമായ ദൈവബോധം മനുഷ്യരിൽ നിന്നും തന്നെ അകറ്റാനേ ഉപകരിക്കൂ എന്ന് യേശുവിന് അറിയാമായിരുന്നു. അവനാകട്ടെ താല്പര്യപ്പെട്ടത് ഇമ്മാനുവൽ ആകാനാണ്. പങ്കാളിത്തത്തിലൂടെ മാത്രമേ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള തൻ്റെ ദർശനവും ദൗത്യവും ഫലപ്രദമായി നിർവഹിക്കാൻ കഴിയൂ എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അത് തന്നെ കുറെ കൂടെ വിശദമായി പഴയ ചരിത്രത്തിൽ നിന്നുള്ള ഉദ്ധരണി പ്രയോജനപ്പെടുത്തി യേശു നസറേത്തിലെ സംഘാലയത്തിൽ പ്രഖ്യാപിച്ചതായി ലൂക്കോസ് എഴുതിയ സുവിശേഷം 4:18-19 വാക്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. താൻ ആരാണ് എന്നതും താൻ എന്താണ് ചെയ്യേണ്ടത് എന്നതും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നും മനുഷ്യപുത്രൻ എന്ന വിശേഷണത്തിൽ ഉള്ളടക്കി അവൻ പ്രഖ്യാപിച്ചു. ഇവിടെയാണ് നമ്മുടെ വെല്ലുവിളികളുടെ മറ്റൊരു അധ്യായം നാം പുനരാവിഷ്കരിക്കേണ്ടി വരുന്നത്. ഇവിടെയാണ് മനുഷ്യനുമായിട്ടുള്ള താതാത്മ്യപ്പെടലിൻ്റെ ആവശ്യകത ഓർമ്മപ്പെടുത്തലാകുന്നത്. അത് നമ്മുടെ ദർശനവും ദൗത്യവുമായി തീരേണ്ട ആവശ്യം വന്നു ചേരുന്നതും ഇവിടെ തന്നെ. താതാത്മ്യപ്പെടുക എന്നത് ദർശനവും ദൗത്യവുമായി മനസ്സിലാക്കുന്ന സഭയ്ക്ക് മാത്രമേ യേശുവിൻ്റെ സാക്ഷ്യം നിർവഹിക്കാൻ സാധിക്കൂ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും സഭയുടെ സുഹൃത്തുക്കളാകേണ്ടതുണ്ട്.
തൻ്റെ ദർശനം വ്യക്തമായി പ്രഖ്യാപിച്ചവൻ അത് കർമ്മപഥത്തിൽ കൊണ്ടുവന്നത് കൊണ്ടാണ് പാപിനി എന്ന മുദ്ര കുത്തപ്പെട്ട സ്ത്രീക്കും കനാന്യ സ്ത്രീക്കും ചുങ്കക്കാരനും രോഗിക്കും മുഖുവർക്കും അവൻ സുഹൃത്തായത്. ദൈവമായിരുന്നവൻ ദൈവത്വം പറഞ്ഞ് അതിവിശുദ്ധ സ്ഥലത്ത് വിശ്വാസികളുടെ സങ്കീർത്തനാലാപനത്തിൽ ആലസ്യം കൊണ്ടിരിക്കുകയായിരുന്നില്ല. മറിച്ച് വിശപ്പടക്കാൻ വേണ്ടി വലവീശാൻ പോയ മുക്കുവരോടൊപ്പം വിശന്നവനായും ദാഹശമനത്തിന് വെള്ളം കോരാൻ കാതങ്ങൾ നടന്നു വന്ന ശമര്യ സ്ത്രീയുടെ മുമ്പിൽ ദാഹിക്കുന്നവനായും ശിശുക്കളെ അകറ്റാത്ത ശിശുവായും കുഷ്ഠരോഗിയെ സ്പർശിച്ച ആശ്വാസകനായും ഒക്കെ അവൻ തൻ്റെ താദാത്മ്യത്തിൻ്റെ മാതൃകകളെ സൃഷ്ടിച്ചു. ഇതാണ് സഭയുടെ നിയോഗം. ഇത് സഭയ്ക്ക് ഒരു വെല്ലുവിളിയാണ്. 52 തോമാസ് ശ്ലീഹ വന്നപ്പോൾ ഇവിടെ ഇല്ലാതിരുന്ന ബ്രാഹ്മണരിൽ നിന്ന് പരിവർത്തനപ്പെട്ടവർ എന്നോ 16-ാം നൂറ്റാണ്ടിൽ ലൂഥർ അവതരിപ്പിച്ച നവീകരണത്തിന്റെ പാരമ്പര്യം പേറുന്നവരാണ് എന്നോ പത്രോസ് സ്ഥാപിച്ചു എന്ന് പറയപ്പെടുന്ന സിംഹാസനത്തിന്റെ അവകാശികളാണ് എന്നോ ഒക്കെ പറഞ്ഞ് മനുഷ്യരിൽ നിന്ന് അകന്ന് അവകാശങ്ങൾക്ക് വേണ്ടി നിലവിളിക്കുന്നവർ യാതൊരു അവകാശവുമില്ലാതെ എറുമ്പുകളെ പോലെ ചത്തൊടുങ്ങുന്നവരെ കുറിച്ച് കരുതലില്ലാതായാൽ അവിടെ ഒരു വീണ്ടെടുക്കലിന്റെ ആവശ്യം നാം കാണുന്നു. ഈ അവകാശവാദങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന സഭയ്ക്ക് ഇവിടെ ഒരു വെല്ലുവിളി ഉയരുകയും ചെയ്യുന്നു. തോമാസ് ശ്ലീഹായും പത്രോസും ലൂഥറും അവരവരുടെ കാലത്തെ താദാത്മ്യത്തിന്റെ പ്രതിനിധികളായിരുന്നു എങ്കിൽ ഇക്കാലത്ത് അവരെ അവകാശവാദങ്ങളുടെ അടിത്തറയാക്കുകയല്ല, പുതിയ സാഹചര്യത്തിലെ താദാത്മ്യത്തിന് പ്രചോദനമാക്കുകയാണ് വേണ്ടത്. സഭയുടെയും രാഷ്ട്രത്തിൻ്റെയും ആധുനിക വികസന പദ്ധതികളുടെ ശൈലിയും സ്വഭാവവും ഇവിടെ വിമർശന വിധേയമാക്കേണ്ടി വരുന്നു. ഉയരം കൂടിയത്, വീതി കൂടിയത്, പകിട്ട് കൂടിയത്, വലിപ്പം കൂടിയത് ഇവയാണ് വികസനത്തിൻ്റെ ലക്ഷണങ്ങളായി ഉത്തരാധുനിക സ്വകാര്യവൽകൃത ലോകം വിലയിരുത്തുന്നത്. അതുതന്നെ മിക്കപ്പോഴും തച്ചൻ്റെ മകൻ്റെ സഹോദരങ്ങളും പിന്തുടരുന്നു ഇക്കാലത്ത്. അവിടെ മനുഷ്യനല്ല, ചില ആളുകളും അവരുടെ അനീതിപരമായ അവകാശങ്ങളുമാണ് പരിഗണിക്കപ്പെടുന്നത്. ഈ ചെറിയവർ ആണ് മനുഷ്യൻ എന്നാണ് യേശുവിൻ്റെ കാഴ്ചപ്പാട്. ഏതാനും മുഴുത്തവരെ സഹായിക്കുന്ന പദ്ധതികളല്ല, ചെറിയവരെ സമുദ്ധരിക്കുന്ന പദ്ധതികളാണ് ആവശ്യം. അവരോടുള്ള താദാത്മ്യത്തിലാണ് അവൻ മനുഷ്യപുത്രൻ എന്ന വിശേഷണം സ്വീകരിച്ചത്. പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഭൂരിപക്ഷത്തിൻ്റെ കഥയാണ് അവൻ സംസാരിക്കുന്നത്. സ്വർഗരാജ്യം സ്ഥാപിതമായി എന്ന് അവകാശപ്പെടുന്ന ഗുജറാത്തിലെ ദളിതർ തല്ലുകൊള്ളേണ്ടിയും തെരുവിലിറങ്ങേണ്ടിയും വരുന്നത് മനുഷ്യ സന്തതികൾ പരിഗണിക്കപ്പെടാതെ പോകുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ തോട്ടങ്ങളിലെ സ്ത്രീ തൊഴിലാളികളും ആദിവാസികളും ഗോത്രവർഗക്കാരും തെരുവിൽ ഇറങ്ങേണ്ടി വന്നത്. താദാത്മ്യപ്പെടുന്നത് പുനരുദ്ധരിപ്പിക്കാനാണ്, പിഴിഞ്ഞെടുക്കാനല്ല. ഞാൻ കേട്ടിട്ടുള്ള ഒരു കഥ, എന്നോ ഏതോ ബിഷപ്പിൻ്റെ അടുത്ത് ഒരു ഇടവകക്കാർ അവരുടെ വികാരിയെക്കുറിച്ച് പരാതി പറയാൻ ചെന്ന കഥയാണ്. പുരോഹിതന്റെ പ്രവൃത്തികളെക്കുറിച്ച് പരാതി പറഞ്ഞ ഇടവകക്കാരോട് ബിഷപ്പ് പറഞ്ഞു, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ആടുകളും അദ്ദേഹം നിങ്ങളുടെ ഇടയനുമാണ്, അതുകൊണ്ട് കുറേയൊക്കെ വിട്ടുവീഴ്ച നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകണം. ഇടവകക്കാരുടെ മറുപടി, അദ്ദേഹം ഞങ്ങളെ ആടുകളായി കരുതുന്നതിൽ സന്തോഷമേ ഉള്ളൂ, പക്ഷേ ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ ആട്ടിറച്ചിയായിട്ടാണ് കരുതുന്നത്. വീണ്ടും പുനരാവിഷ്കരിക്കേണ്ട ഭാവം അനേകർക്ക് വേണ്ടി എന്നതിലെ പുതുമയാണ്. വിവേചനങ്ങൾക്കപ്പുറത്തെ പരിഗണന നിർണായകമാണ്. അവരെൻ്റെ നിഷേധത്തിലാണ് അവനവൻ്റെ രക്ഷ എന്നതും മറ്റുള്ളവരെ മാറ്റി നിർത്തിയാണ് എൻ്റെ സമൂഹം കെട്ടിപ്പടുക്കേണ്ടത് എന്നതും വ്യാപകമായി പ്രയോഗിക്കപ്പെടുന്ന ഇക്കാലത്ത് മുൻ പറഞ്ഞത് ഏകാധിപത്യ പ്രവണതയാണ് എങ്കിൽ ഇത് വർഗാധിപത്യ പ്രവണതയാണ്. ഈ അടുത്ത ദിവസം ഒരു ദേശീയ പാർട്ടിയുടെ ന്യൂനപക്ഷ വിഭാഗം വൈസ് ചെയർമാൻ എൻ്റെ അടുത്ത് വന്ന്, ഇക്കാലത്ത് ക്രിസ്ത്യാനികൾക്ക് കേന്ദ്ര സർക്കാർ ജോലി നൽകുന്നില്ല, അതുകൊണ്ട് മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയുള്ള അവകാശങ്ങൾക്കായി ഞങ്ങളെ തുണയ്ക്കണം എന്ന് എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി. എൻ്റെ മറുപടി, ന്യൂനപക്ഷം എന്ന വിധത്തിൽ എനിക്ക് പൊതുവായൊരു അവകാശവും ആവശ്യമില്ല. ആവശ്യമുള്ളത് ഭാരതത്തിൻ്റെ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ മാത്രമാണ്. അതിലെ
ഒരു പൗരൻ എന്നുള്ള നിലയിൽ. അതിനെ ഞാൻ ശബ്ദമുയർത്തു എന്നാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. കാലത്തിൻ്റെ ഗതിയിൽ സംസ്കാരങ്ങളിൽ ഉയർകൊണ്ട മിത്തുകളുടെ പിൻബലത്തിൽ വർഗീയതയുടെയും ശുദ്ധരക്തത്തിൻ്റെയും ഭാവങ്ങളെ ഉയർത്തിപ്പിടിച്ച് സാമ്രാജ്യ സ്ഥാപനത്തിന് പലരും ശ്രമിക്കുന്ന ഇക്കാലത്ത് നമുക്ക് അത്തരം അവകാശവാദങ്ങൾ കൊണ്ട് യേശുവിൻ്റെ ദർശനത്തെയും ദൗത്യത്തെയും പുനരാവിഷ്കരിക്കാൻ കഴിയില്ല. യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ തീർച്ചയായും യഹൂദ സമൂഹത്തിൻ്റെ പശ്ചാത്തലം ഉണ്ടായിരുന്നു. എന്നാൽ ആ പശ്ചാത്തലത്തിൻ്റെ പ്രസക്തി അവകാശവാദങ്ങളിലല്ല, ഉത്തരവാദിത്തങ്ങളിലാണ് യേശു കണ്ടെത്തിയത്. അബ്രാഹാം പിതാവായിട്ടുണ്ട് എന്നതല്ല പ്രധാനം. അബ്രാഹാമിന് ലഭിച്ച സർവ്വജാതിക്കും അനുഗ്രഹമായിരിക്കും എന്ന നിയോഗമാണ് യേശുവിന് പ്രധാനമായി കാണാൻ കഴിഞ്ഞത് എന്ന് നാം ഓർക്കേണ്ടതാണ്. വർഗീയതയും സമുദായ പ്രീണനവും പ്രചാരത്തിലാകുന്നിടത്ത് യേശുവിൻ്റെ ജനനത്തിങ്കലുണ്ടായ സർവ്വലോകത്തിനുമുണ്ടാകാനുള്ള മഹാസന്തോഷം എന്ന പ്രഖ്യാപനം പ്രസക്തമായ ചോദ്യചിഹ്നമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. സാർവലൗകികതയുടെയും അതിശ്രേഷ്ഠതയുടെയും നിലപാടാണത്. ചുരുക്കത്തിൽ ദീർഘമായ വഴിയാത്രയിൽ കൈമോശം വന്ന നിലപാടിൻ്റെയും നിയോഗത്തിൻ്റെയും അഥവാ ദർശനത്തിൻ്റെയും ദൗത്യബോധത്തിൻ്റെയും അന്വേഷണം, കണ്ടെത്തൽ, പുനഃസ്ഥാപനം എന്നിവയാണ് യുവത്വത്തിൻ്റെ ഇക്കാലത്തെ വെല്ലുവിളി. ഏവർക്കും വേണ്ടിയുള്ള ജീവിതം, അതിൽ തന്നെ പാർശ്വങ്ങളിലുള്ളവരോടുള്ള ഐക്യദാർഢ്യം, അതിരുകളെ അതിജീവിക്കുന്ന നിലപാട് നമുക്ക് നൽകപ്പെട്ട പുനഃസ്ഥാപിക്കപ്പെടേണ്ട താല്പര്യങ്ങളും നിയോഗങ്ങളുമാണ്. ഇതറിയാൻ സാധിക്കുക വിവേകത്തിൻ്റെ വിഷയവുമാണ്.